ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇമാജിനേഷൻ എന്ന സെക്കൻഡ് യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ എ ഡോൾസ് ജേർണിയാണ്. ഇതൊരു അനക്ഡോട്ടാണ്. ഈ അനക്ഡോട്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ചും അവളുടെ ഡോളിനെക്കുറിച്ചുമുള്ളതാണ്. ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കഫ്കയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. എ ഡോൾസ് ജേർണി. It was a Saturday afternoon. Kafka was walking through a park in Berlin. ഇതൊരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ്. കഫ്ക ബെർലിനിലെ ഒരു പാർക്കിലൂടെ നടക്കുകയാണ്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ്. അവൻ ഒരു ഗേളിനെ കണ്ടുമുട്ടി. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവൾ കരയാനുള്ള കാരണം അവളുടെ ഫേവറേറ്റ് ഡോൾ അവൾക്ക് നഷ്ടപ്പെട്ടു. കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. കഫ്കയും അവളോടൊപ്പം ഡോളിനെ സെർച്ച് ചെയ്യാൻ കൂടി, പക്ഷേ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഹി കൺസോൾഡ് ഹെർ. കഫ്ക അവളെ ആശ്വസിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. കഫ്ക അവൾക്ക് പ്രോമിസ് കൊടുത്തു, നാളെ നമുക്ക് വീണ്ടും ഡോളിനെ സെർച്ച് ചെയ്യാം, നമുക്ക് കണ്ടെത്താം. ദ നെക്സ്റ്റ് ഡേ ദ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. പിറ്റത്തെ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ച് പാർക്കിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. കുറേ നേരം സെർച്ച് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇതുവരെയും ഡോളിനെ കിട്ടിയില്ല. അപ്പോൾ കാഫ്ക ഒരു അഭിനയം നടത്താനായിട്ട് തീരുമാനിച്ചു. കാഫ്ക ഇപ്പോൾ തനിക്ക് പാർക്കിലെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയെന്ന് അഭിനയിക്കുന്നു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. അപ്പോൾ ആ ലെറ്റർ ആ കുട്ടിയുടെ കയ്യിലേക്ക് കഫ്ക കൊടുക്കുന്നു. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. ശരിക്കും ഈ കത്ത് കഫ്ക തന്നെ എഴുതിയതാണ്. ആ കുട്ടിയോട് പറയുന്നത് ഇത് ഡോളിൽ നിന്നും കിട്ടിയ ലെറ്ററാണ് എന്നാണ്. എന്നിട്ട് ഡോള് എഴുതിയ ലെറ്ററായിട്ട് തന്നെ അദ്ദേഹം അത് വായിച്ചു കേൾപ്പിക്കുന്നു. ഡോണ്ട് വറി അബൌട്ട് മീ ദ ലെറ്റർ സെഡ്. ലെറ്ററിൽ പറയുന്നത് ഡോണ്ട് വറി അബൌട്ട് മീ, എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഐ എം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാനൊരു ട്രിപ്പിലാണ്, വേൾഡ് മുഴുവൻ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പാണിത്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ എം ബാക്ക്. ഞാൻ മടങ്ങി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം. അപ്പോൾ ഈ ലെറ്റർ ശരിക്കും പറഞ്ഞാൽ കഫ്ക എഴുതിയ ലെറ്ററാണ്. പക്ഷേ അവളോട് അദ്ദേഹം പറയുന്നത് ഇത് ഡോൾ എഴുതിയ കത്താണെന്നാണ്. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അങ്ങനെ വീണ്ടും വീണ്ടും ഡോളിൽ നിന്നും ഈ ഗേളിന് ലെറ്റർ കിട്ടിക്കൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കത്തിൽ അവിടെയുള്ള അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അപ്പോൾ ഈ ലെറ്റർ കാണുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷമാണ്. അവൾ വിചാരിക്കുന്നത് ഇത് ഡോൾ തന്നെ അയച്ചിരിക്കുന്ന ലെറ്ററാണെന്നാണ്. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. കുറേ ദിവസം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ബട്ട് കഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കെയിം മൂഡി ആസ് ഡേയ്സ് പാസ്റ്റ്. അപ്പോൾ കഫ്കയ്ക്ക് മനസ്സിലായി ഇങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. ആ ഗേള് വീണ്ടും അവൾക്ക് വിഷമം തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ദുഃഖം ഉണ്ട് എന്ന് കഫ്ക മനസ്സിലാക്കി. ഷി ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. ആ പെൺകുട്ടിക്ക് അവളുടെ ഡോളിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന ആഗ്രഹം വളരെ ഉണ്ട് എന്ന് കഫ്ക മനസ്സിലാക്കി. കഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. ഇനിയിപ്പോൾ ലെറ്റർ കൊടുത്ത് അവളെ സമാധാനിപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മറ്റൊരു വഴി കണ്ടുപിടിക്കണമെന്ന് കഫ്ക തീരുമാനിച്ചു. അങ്ങനെ ഒരു വഴി കണ്ടെത്തി. There were no letters for some days. കുറേ നാളത്തേക്ക് ലെറ്ററുകളൊന്നും വന്നില്ല. Then one day Kafka told the girl that the doll was engaged to be married. അപ്പോൾ കഫ്ക ഗേളിനോട് പറയാണ് ആ ഡോള് മാരേജിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആയിട്ടുണ്ട്. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദി കൺട്രി. കഫ്ക ആ ഡോളിനെ ഒരു ട്രിപ്പിൽ വെച്ച് കണ്ടു എന്നും ആ ഡോള് എൻഗേജ്ഡ് ആണ് എന്നും ആ കുട്ടിയോട് പറയുന്നു. Kafka also told her that she had even introduced him to the young man she was going to marry. എന്നിട്ട് കഫ്ക ആ കുട്ടിയോട് പറയാണ് ഞാൻ ഡോളിനെ കണ്ടിരുന്നുവെന്നും ഡോള് മാരേജ് ചെയ്യാൻ പോകുന്ന യങ് മാനിനെ തനിക്ക് കാണിച്ചു കൊടുത്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുമൊക്കെ കഫ്ക ആ ഗേളിനോട് പറയുന്നു. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റർ ഫോർ സം ടൈം.
അതുപോലെ തന്നെ അവൾ സോറി പറഞ്ഞിട്ടുണ്ട്, ആ ഡോള് സോറിയും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ലെറ്റർ ഒന്നും എഴുതാൻ സാധിക്കാഞ്ഞതിൽ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡിങ് വെയർ ഓവർ. എന്നിട്ട് അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് വെഡ്ഡിങ്ങിനുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ നിനക്ക് ലെറ്റർ അയക്കാം എന്നവൾ പ്രോമിസ് ചെയ്തിട്ടും കൂടെ ഉണ്ട് എന്ന് കഫ്ക ആ ഗേളിനോട് പറയുന്നു. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ദ ഡോൾ. ഇപ്പോൾ ഗേൾ വളരെ സന്തോഷവതിയാണ് ഡോളിൽ നിന്ന് ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് കേട്ടതിൽ. പക്ഷേ ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹർ അഗെയിൻ. എപ്പോഴാണ് ഇനി എനിക്ക് അവളെ കാണാൻ സാധിക്കുന്നത് എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുകയും ചെയ്യുന്നു.